എന്താണ് നമ്മുടെ ഇവിടെ മഴക്കാലം തുടങ്ങി അല്ലേ? മഴക്കാലം തുടങ്ങിയിട്ടാ. ഇവിടെ എങ്ങനെയാണെന്നറിയോ, ചോറും കൂട്ടാനൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്പെഷ്യൽ വേണം കേട്ടോ. മീൻ അത്ര പിടുത്തല്ല. ഇന്ന് കണ്ടോ നമ്മുടെ വീട്ടിൽ എന്താ കണ്ടിരിക്കുന്നൊരു സാധനം? ഉച്ചയായി. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? വെള്ളിയാഴ്ച ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ശരിക്കും വെള്ളിയാഴ്ച നമ്മുടെ വീട്ടിൽ സ്പെഷ്യലൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഞായറാഴ്ച ഉണ്ടാവാറുള്ളൂ. ഇന്ന് രാവിലെ പണിക്ക് പോകാൻ നിൽക്കുന്ന സമയത്തേ നല്ല മഴ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴ കേട്ടോ. അപ്പോൾ പണിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം അനിയൻ ഇത് കൊണ്ടെന്ന് വെച്ച അനിയൻ എന്നും സുകന്യാണ് നേരേക്കൽ. ഇന്ന് അനിയൻ നേരേക്ക് തന്നു കേട്ടോ. വെക്കുക മാത്രമേ നുറുക്കിയിട്ട്. ഇന്ന് നമ്മളില്ലേ ഫുൾ ചെറിയ ഉള്ളിയിൽ കേട്ടോ വെച്ചിരിക്കുന്നത്. ചെറിയ ഉള്ളി അല്ലാതെ നമ്മൾ വലിയ ഉള്ളി കൂട്ടിയിട്ടേ ഇല്ല അല്ലേ? ഇത് ചാറില്ലാണ്ട് വെക്കണം പറഞ്ഞു. നമ്മുടെ കുരുമുളക് കഴിഞ്ഞപ്പോഴേ ചെറിയൊരു പാക്കറ്റ് കുരുമുളക് വാങ്ങിയതാണ്. ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞല്ലേ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാൻ തോന്നും. നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെയുള്ള ഒരു ശീലമുണ്ടോ? എനിക്കുണ്ട് കേട്ടോ. എന്നിട്ട് എന്നെ ഇവരെല്ലാവരും ചീത്ത അറിയും. 4 മണിലേക്ക് പിന്നെയും ചായ കുടിക്കാൻ തോന്നും. എൻ്റെ ഈ നെയ്റ്റ് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? രസമുണ്ടോ? ഇത് നമ്മൾ അന്ന് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് കോട്ടൺ അല്ല റയോണാണ് എന്നൊക്കെ പറഞ്ഞു. ഇല്ല, ഇത് പോളിസ്റ്റർ ആണ് കേട്ടോ. ബനിയൻ പോലത്തെ തുണി കണ്ടോ അല്ലേ? പോളിസ്റ്റർ അല്ല, അത് കോട്ടൺ അല്ലേ? ഇത് കോട്ടൺ അല്ല, ബനിയൻ ക്ലോത്ത് പോലെ തുണിയാണ്. ആ ബനിയൻ ക്ലോത്ത് ഇതാണ്ടോ. അതാണ് ഇങ്ങനെ നീണ്ട്. പോളിസ്റ്റർ ആണെങ്കിൽ നീണ്ടു വരില്ലേ? ബനിയൻ ടീഷർട്ടൊക്കെ വലിച്ചു നീണ്ട് അതുപോലത്തെ ഒരു തുണി അല്ലേ? വേറൊരു പേരെന്താന്ന് എനിക്കറിയില്ല. 2 370 രൂപ കേട്ടോ. അതാ ഇതായി. കറിവേപ്പിൻ്റെയിലേക്ക് എടുത്തേ. കുറേ തുണികളുണ്ട് കേട്ടോ തിരുമ്പിയിടാൻ. എവിടെയാണ് ഇതൊക്കെ കൊണ്ടുപോയിട്ട്? അവിടെ ഫുള്ളും ആയേക്കണു. ഈ ദിവസം രാവിലെയും വൈകുന്നേരം പറഞ്ഞാൽ കുട്ടികളില്ലേ മഴ പെയ്യാൻ തുടങ്ങിയാലാണ് തുണികൾ കൂടുതൽ വേണ്ടത്. മഴയത്ത് കൂടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ഓടി അങ്ങോട്ട് കയറുമ്പോൾ ആ തുണി ഫുള്ള് നനയില്ലേ? ഓരോ ഇറക്കത്തിനും ഓരോ തുണിയില്ലേ? ഓരോ പുറത്തിറക്കത്തിനും ഓരോ തുണികൾ. ഏട്ടാ അതൊന്ന് കഴിച്ചു നോക്കുന്നു. എന്നിട്ട് വേണം അത് വാങ്ങി വയ്ക്കാൻ. നിങ്ങളിപ്പോൾ കഴിച്ചു നോക്ക്. എന്നിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ളൊരു കാര്യം ചെയ്യാനതിന്. കുട്ടികൾ ജലദോഷം പിടിച്ച മാതിരി തന്നെ മഴ. അല്ല, മഴ അങ്ങനെ പിടിക്കട്ടെ. മഴ അങ്ങനെ പിടിച്ചാൽ പോരാ ശരിക്കും അല്ലേ? ഉപ്പുണ്ടോ നോക്കാണ്ടോ വേണ്ടത്. ഉപ്പൊക്കെ പാകല്ലേ? വാങ്ങട്ടെ. വായിൽ ഇറച്ചി വെച്ചിട്ടാണ് കേട്ടോ. ഇതാക്കണ്ടോ? കണ്ടില്ലേ നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ടേ. തേങ്ങാക്കൊത്ത് അനിയൻ പറയും തേങ്ങാക്കൊത്ത് ഇടുക പറയും കേട്ടോ. പിന്നെ ചുക്കുവെള്ളത്തിലുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീ അങ്ങോട്ട് കത്തിക്കഴിഞ്ഞാൽ അത് ശരിയായില്ലേ അല്ലേ? നല്ല കടന്ന് തിളയ്ക്കട്ടെ. ചോറിന് നല്ലതെന്നൊക്കെ തോന്നുന്നു. അല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിലേ ആദ്യം ചോറിന് നല്ലതെന്നാ തോന്നുന്നു. പറയാം ചോറിനേ എന്നിട്ട് മതി വീഡിയോന്നോ? ഓ സുകന്യ കുളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളുടെ കുളി കഴിയട്ടെ വിചാരിച്ചു പോരെ? അവള് കുളിക്കാൻ കുറിയിട്ടെന്താ ചെയ്തോട്ടെ. കണ്ട, ആദ്യം ഞാൻ എൻ്റെ വയറ് നിറയ്ക്കട്ടെ എന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നല്ലേ പറയണത്. അവള് കുളിക്കാൻ എന്തൊരു കാത്തുക്കിടും. അവള് കുളിച്ചിട്ട് വരട്ടെ. എന്താ ഇപ്പൊ കഴിഞ്ഞോ അനിയത്തിയോടുള്ള സ്നേഹം? കൂടെ ചോറിനിട്ട് സ്നേഹിക്കാലോ. ഞാൻ എന്തായാലും അനിയൻ വിളിച്ചു നോക്കിയേക്കണം, നോക്കട്ടെ. ഇവിടെ നമ്മൾ അഴയ്ക്ക കിട്ടിയതേ. ഇവിടെ ഇല്ലേ നമ്മൾ അഴയ്ക്ക കിട്ടിയില്ലേ? പക്ഷെ അഴയ്ക്ക കിട്ടി പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കാറ്റൊന്നും കിട്ടാത്ത കൊണ്ട് ഉണങ്ങി കിട്ടുകയില്ല. നമ്മൾ വെറുതെ ഇതാണ്ടോ കുഞ്ഞൻ്റെയൊക്കെ പെയിൻറ്റുകൾ, കുഞ്ഞൻ്റെയും കുഞ്ഞുണ്ണിയുടെയൊക്കെ കിച്ചുവിൻ്റെയൊക്കെ പെയിൻ്റ് എമ്മാതിരി ഇതാ വെച്ചിട്ടാ, കന വെച്ചിട്ടാ. എന്താ ചെരുപ്പിടാതെ നടക്കണത്? കാറ്റ് തട്ടണ്ടേ? നമ്മുടെ ജനല് തുറന്നു കഴിഞ്ഞു വെച്ചല്ലേ, അവിടുത്തെ ജനല് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇവിടുത്തെ ഈ കാടാട്ടോ. രാവിലെ കാട് നല്ല രസമായിട്ടാ. കിളികളുടെ സൗണ്ടൊക്കെ ഇട്ട് അതൊക്കെ കിട്ടും. പക്ഷെ തുണി ഉണങ്ങില്ല. തുണി ഉണങ്ങില്ല. എന്താ
കണ്ടോ കിളികളുടെ സൗണ്ട്. ചെരുപ്പ് എന്താ ഇടാതെ നടക്കണമെന്നറിയോ? കാലിൻ്റെ കുതി ഭയങ്കര, ടൈലിൽ നടക്കുമ്പോൾ കാലിൻ്റെ കുതി ഭയങ്കര വേദന കേട്ടോ. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെരുപ്പ് ഇടാതെ കുറച്ച് ദിവസം നടന്നു നോക്കാൻ പറഞ്ഞു. മെറ്റൽ കൂടെയൊക്കെ നടക്കുക സുഖം അത്രേ, കാലിൽ രക്തോട്ടം ഉണ്ടാവുമെന്ന്. അപ്പോൾ ഭയങ്കര എന്താ പറഞ്ഞിട്ടാ ഈ അവിടെ ചെയ്യുമ്പോൾ ഇങ്ങനെ കുതിവേദന ഉണ്ടായിരുന്നില്ല കേട്ടോ. താഴെ അത് കാവ്യല്ലേ, ഇവിടെ ചെയ്യുമ്പോൾ നല്ല കുതിവേദന. ഏട്ടനുണ്ട് കേട്ടാ? എനിക്ക് നല്ല രീതിയിലുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുന്ന് അതവിടെ ഉണ്ട്. ഡോക്ടർ പറഞ്ഞല്ലേ ചെരുപ്പ് ഇട്ടിട്ട് നടക്കണ്ട, പിന്നെ അത് ശീലാവുന്നു. ആ കാലില് ചെരുപ്പ് ഇടാണ്ട് നടക്ക്, രക്തോട്ടം കമ്മിയാവുകയാണെന്നാ പറഞ്ഞത്. രക്തോട്ടം കമ്മിയാവുകയാണെന്ന്, രക്തോട്ടം കൂടട്ടേന്ന്. അപ്പം അതല്ലേ നല്ലത്. ഈ ഒരു ഭാഗം നമുക്കും ആ ഒരു ഭാഗം സുകന്യയ്ക്കുമാണ് കേട്ടോ. ഇതിൽ പിന്നെ എല്ലാവരുടെ തുണികളും ഉണ്ട്. കാരണം കുട്ടികൾ ഇവിടെ അല്ലേ കുളിക്കുക, അപ്പോൾ ചെറിയോരുടെയും എല്ലാവരുടെ തുണി ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ. എന്താ അല്ലെങ്കിൽ ഉണങ്ങി കിട്ടണ്ടേ. നമ്മുടെ കുഞ്ഞനെ ഭയങ്കര കളി കൂടുതലാണ്. ഇന്നലെ സ്കൂളിൽ നിന്നതായി ഓടിയിട്ട് കൈ വേദനയാണെന്ന് പറഞ്ഞില്ലേ, ആശുപത്രി കൊണ്ടുപോയിക്കുകയാണേ. വായോ. മഴയുടെ സൗണ്ടും കേട്ട് ഇങ്ങനെ കഴിക്കാല്ലേ. കാണല്ലേ നിങ്ങൾ വിളിച്ചിട്ടാ കഴിച്ചടാ. എന്ത് നോക്കിയെടുക്കണ്? എന്തേ കഴിച്ചോ? ഇനി എപ്പോഴാ കഴിക്കേ? വേണ്ട ഇറച്ചി കഴിക്കണേക്കാളും ഇഷ്ടല്ലേ? അല്ല തേങ്ങാപ്പൂള്. അനിയേട്ടനാണെങ്കിൽ തേങ്ങാപ്പൂള് ഉണ്ണിയപ്പത്തിന് അരിയില്ലേ അതുപോലെ ഉണ്ടായിരുന്നു വെച്ചിട്ട്. വലിപ്പം കൂടിയിട്ട് വേണ്ട, വലിപ്പം കുറവ് തോന്നുന്നുണ്ട്. 2 അപ്പുറത്ത് കഴിച്ചാൽ മതി. അപ്പോൾ ശരിയായി. അതിൽ പോരല്ലെങ്കിൽ 3 എടുത്താൽ മതി. മഴ നനയായിരുന്നു. അപ്പോൾ ഇന്ന് തുടങ്ങങ്ങട്. ഡ്രയറിൽ കൊണ്ടുപോയിട്ടിട്ട് ഇവിടെ കൊണ്ടുപോകണം. അവിടെ എന്താ റൂമിൽ കൂടെ ഇട്ടങ്ങട്, വെട്ടിക്കൂടെ കട്ടുകൂടെ ഒക്കെ ഇടുക. അവിടെ സാമ്പാറുണ്ട്, അവിടെ ചോറിന് അത് എടുത്തോ നീ. സാമ്പാറും വെച്ചിട്ടുണ്ട്. സോരിയുടെ എന്താ ഈ പറയുന്നു? ആരത്തെ കിച്ചുവിനെ തന്നെ ഞങ്ങൾ കാണും. പിന്നിക്ക് പോയപ്പോഴേക്കിപ്പം തുണി തോരിടാൻ വേണ്ടി പിന്നെ പോയി. അപ്പോൾ കുഞ്ഞുണ്ണിൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. കുഞ്ഞുണ്ണി കിച്ചും കൂടി ഇപ്പോൾ ടി വിയാണ്. പൂച്ചകളാണെങ്കിൽ പുതിയത് കുറേ എണ്ണം വന്നിട്ട് കൂടിയിട്ടുണ്ട്. വന്ന് തലയിട്ട് കഴിഞ്ഞ് എന്താ ചെയ്യുക? ഈ ഊണയിക്കുന്ന നേരത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പം അതിന് ചീത്താറില്ല. തേങ്ങാപ്പൂള് തെരഞ്ഞെടുത്ത് തരണോ? ചട്ടി ഇവിടെ അച്ഛനെ എന്താ ഞാൻ തേങ്ങാപ്പൂള് ഇട്ടിട്ടാട്ടോ ചിക്കനൊക്കെ വെക്കുക. അടച്ചേക്കണ്ടേ സാമ്പാറിന് കുറച്ചെടുത്ത് ആടിയിട്ടുണ്ണി. സാമ്പാറ് കുറച്ച് എരിവുണ്ടത്. പുതിയ മുളക് പൊടി എരിവുണ്ട്. സാമ്പാറിലെ എരിവ് കൂടുതൽ. ഇറച്ചിക്കറിയിലെ എരിവ് കൂടുതൽ സാമ്പാറിൽ. ഇവിടുത്തെ അച്ഛന് ഞാൻ ചിക്കൻ കറിയിലും ഒക്കെ അങ്ങനെ തേങ്ങാപ്പൂള് ഇടും കേട്ടോ. അച്ഛന് പല്ലില്ലേ. അച്ഛൻ അതൊക്കെ ഒരു മാറ്റിയിട്ട് ഞാൻ അങ്ങോട്ട് എവിടേക്കെങ്കിലും അങ്ങോട്ടൊക്കെ പോകില്ലേ അച്ഛൻ കഴിക്കുമ്പോൾ. എന്നാ നിന്റെ തേങ്ങാപ്പൂള്
വന്ന് തരും. ഇപ്പം പിന്നെ ഇങ്ങനെ തേങ്ങാപ്പൂൾ ഇട്ടിട്ട് ഇവിടെ തേങ്ങാപ്പൂൾ ഇടലുണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ ഇറച്ചി വയ്ക്കുമ്പോൾ തേങ്ങാപ്പൂൾ ഇടും കേട്ടോ. അപ്പോൾ ഇപ്പം ഇറച്ചി വെക്കുന്ന സമയത്ത് എല്ലാവരും പറയാൻ തുടങ്ങി തേങ്ങ ഇട്ടോ നല്ല ടേസ്റ്റാണെന്ന്. അതിങ്ങനെ വരട്ടി എടുക്കണതിൽ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴറ്റിയിട്ട് ഇങ്ങനെ ഇടണം അല്ലേ സോനിയ? എങ്ങനെയുണ്ട് ഇറച്ചി? നന്നായില്ലേ? എങ്ങനെ തലയിട്ടിന് അങ്ങനെ തലയിട്ടി അല്ല എന്നല്ല അർത്ഥം. അപ്പൊ എങ്ങനെ തലയിട്ടി അങ്ങനെ തലയിട്ടി ആ കവറിലുള്ള പൊടിയുപ്പ് മൊത്തം അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. അതൊന്ന് എടുത്ത ഈ എടുക്ക് ചാട്, കൈ നീട്ടി ചാട്. അതാ ഏറ്റെടുത്ത് കൊടുക്കേട്ടാ. ഇതെന്തിനാ പൊടിയുപ്പ്? കിച്ചൂരില്ലേ നല്ല ഉപ്പും വേണം നല്ല എരിവും വേണം. കുഞ്ഞിനും വേണം. എന്താന്നറിയില്ല എങ്ങനെ ഉപ്പ് കഴിക്കണത്. കുഞ്ഞിന് ഉപ്പ് മാത്രം തിന്നും. മത്തൻ്റെ ഇലല്ലേ വന്ന് 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 നമ്മുടെ മിറ്റം മൊത്തമായിട്ടോ. ഇവിടേക്കും കൂടിയായി. എൻ്റെ അമ്മ അറിയാണ് ഇവിടേക്കൊക്കെ മത്തൻ്റെ തൂമ്പ് വന്നിട്ട് എന്താ കാര്യം? അത് പൊടിച്ചിട്ട് ഉപ്പേരിയേക്കിന് തലപ്പ് അവിടെ എടുത്തിട്ടില്ലേ? അവളെന്താ കുമ്പാറിന് തന്നെ ആണ്. ഇത് രണ്ടാമത് എനിക്കാണോന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അല്ല കേട്ടോ. ഇതിൻ്റെ ഒരു കുട്ടി അതാ അവിടെ കിടക്കണ്ടേ. നേരത്തെ ഏട്ടൻ കുറച്ച് കൊടുത്തു, എന്നാലും നമുക്കൊരു സമാധാനം വരില്ല. ഞാൻ തന്നെ കൊടുക്കണം. വേണ്ടേ സൂന്യ? ഏട്ടൻ കൊടുത്താലേ ഞാൻ കൊടുക്കുമ്പോഴേ കുഴച്ചളിച്ച് അളിക്കണം. ആ ഉപ്പളെങ്കിലും വേണം തോന്നിയോ? തിന്നടാന്ന് പറയുമ്പോ അപ്പൊ കേറില്ല അല്ലേ? പോയി ടി വി കണ്ടോ? ടി വി കണ്ടോ മടുക്കട്ടെ നിങ്ങൾക്ക്. എന്നിട്ട് ചോറുന്ന നിങ്ങള്. എവിടെയൊക്കെ കണ്ടോ? സൗണ്ട് കുറച്ച് കണ്ടോ? കുട്ടികൾക്ക് കൊടുക്കണ ഒരുപാട് എരിവ് വേണ്ടെന്ന് വിചാരിച്ചിട്ടോ കുറച്ച് ഗ്രേവി ഇട്ടേക്കണത്. പീസുമായിട്ട് നേരത്തെ അവന് ചിലപ്പോൾ ഇതൊക്കെ അവിടെ തന്നെ വെക്കില്ലേട്ടാ. മരുങ്ങി തിന്നാനില്ലേ ഭയങ്കര മടിയാണ്. അത് അവന് നമ്മളില്ലേ ഇതിൻ്റെ എടുക്കും വണ്ടിയിലായിരിക്കും വരുമായിരിക്കും. അതാണ് 3 മണിയായില്ലേ? അപ്പോൾ വന്നോണ്ടിരിക്കണതാ. മഴ എന്താ പെയ്യാൻ തുടങ്ങിയപ്പോഴേ ഒരു സമാധാനമായതല്ലേ? സത്യം പറയാച്ച മഴ നല്ല രീതിയിൽ പെയ്യാതിരിക്കുമ്പോ ഇങ്ങനെ ചാറ്റൽ മഴകൾ ഇങ്ങനെ പെയ്തു കഴിഞ്ഞു വെച്ചാലാണ് കേട്ടോ നന്നായി വല്ലാണ്ട് ശക്തിയിലും അല്ല എന്നാലും ചാറി ചാറി നിൽക്കുമ്പോഴാണ് ഇവിടെ അമ്മയൊക്കെ പറയുന്നേക്കാ വെള്ളം ഉറവ് പൊട്ടുള്ളൂ ഉറവുണ്ടാവുള്ളൂ എന്ന് പറയും. ഇപ്രാവശ്യം ഈ ഉറവൊന്നും പൊട്ടിയിട്ടില്ല. ഉറവില്ലെങ്കിൽ എന്താണെന്നറിയോ? നമ്മുടെ നമ്മുടെ ഇത് ഉറവില്ലാത്തത് കൊണ്ട് എന്തൊരു ബുദ്ധിമുട്ടാന്നറിയോ? കിണറ്റിലും വെള്ളം ഉണ്ടാവില്ല, എല്ലാവരുടെയും വെള്ളത്തിൽ ഉറവിൽ കളിക്കണം. പിന്നെ അത് മാത്രമല്ല, ഇനി നമുക്ക് ഇവിടെ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ നല്ല കാറ്റും മഴയും വീശുന്ന സമയത്ത് റബ്ബർ തൊടിക്ക് പോട്ടോ എല്ലാവരും പാടെ പോയിട്ട് നമ്മൾ കുറേ റബ്ബർ വർഗുകൾ ഉണ്ടാക്കി വയ്ക്കും. ഇപ്രാവശ്യം പിന്നെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താണെന്നറിയോ? ഒക്കെ വെട്ടിയതും കൊണ്ടും കാറ്റും ഇല്ല മഴയില്ല. നമ്മൾ കുട്ടികളൊക്കെ അമ്മ തന്നെ പറയണേ നല്ല രസമായിരുന്നില്ല അമ്മ അങ്ങനെ പോണത് എന്ന്. ശരിയാണ്. അങ്ങനെ പോകുമ്പോൾ കുട്ടികൾ തലയിൽ കവറും ഇട്ട് അവർക്ക് മഴ നനഞ്ഞിട്ട് നടക്കാനുള്ള ഒരു അവസരവും കിട്ടും. അത് നല്ലൊരു രസമാണ്. എല്ലാം ഇങ്ങനെ വിറകിങ്ങനെയല്ലേ പെറുക്കി ഇങ്ങനെ കൂട്ടുട്ടോ. ഓരോ വരിയിൽ പെറുക്കി കൂട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പെറുക്കിയൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുവരണ്ടേ വിറക്. ആ കൊണ്ടുവരേണ്ട സമയമാകുമ്പോഴാണ് ഇവിടുന്ന് പിന്നെയും പടി പോലെ അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ പറയും വിറക് മതി, വിറകിൻ്റെ പൂതി മാറിയെന്ന് പറയും.
കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുമ്പത്തെ കൊല്ലം ആ മോളിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇറക്കണ നല്ല ബുദ്ധിമുട്ടാട്ടോ. താഴേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ ഏട്ടാ. അതേപോലെ കറണ്ട് ഇല്ലാണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 4 ദിവസം ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വലിയ വലിയ പാത്രത്തിൽ ഓട്ടോയിൽ പോയിട്ട് വെള്ളം കൊണ്ടുവന്നിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ എന്താ കറണ്ട് ഇല്ലാണ്ട് വെള്ളത്തിന് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്. അതൊക്കെ നല്ല മഴയുള്ള സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നല്ല മഴയുള്ള സമയത്ത് മഴക്കാലത്ത് കറണ്ട് തന്നെ പോയിട്ടില്ല. ഇപ്രാവശ്യം മഴക്കാലത്ത് കറണ്ട് തന്നെ പോയിട്ടില്ല. 10 മിനിറ്റ് കയറി വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പും ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ അതാ പറയുന്നത്, ഓരോ വർഷങ്ങൾ കഴിയും തോറും നമ്മുടെ ഓരോ കാലാവസ്ഥകൾ ഓരോ മാറ്റങ്ങളിലേ ആദ്യമൊക്കെ ഇനി കർക്കിടകത്തിലായിരിക്കും. കർക്കിടകത്തിൽ നിൽക്കാതെ മഴയെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കർക്കിടകത്തിൽ നല്ല വെയിലായിരുന്നു. സ്വർണത്തിൻ്റെ വാങ്ങിയത് കണ്ടോ സുകന്യ? നീ സ്വർണത്തിൻ്റെ വാങ്ങിയത് കണ്ടോ? ആ നോക്കൂ. ആരോടാണ് പറയണത്? കാണാൻ ഇത് ഇത്ര 2 വർഷമായില്ലേ? 2 വർഷമായിട്ടോ ഇതിൻ്റെ കയ്യിൽ. ഞാൻ അതിനെ അങ്ങനെ ഇടുമൊന്നുമില്ല. ഇന്നലെ ഉണ്ട് അച്ചുട്ടി അമ്മ ഇവിടെ വായോ പറഞ്ഞിട്ട് ഇത് എന്തിനും എടുത്ത് വെച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് ഇട്ടൂടെ ചോദിച്ച്. അപ്പം ഞാൻ വിചാരിച്ചു ഓ ശരി ഇത് ഇടാലോന്ന്. പക്ഷെ ഇതിന് കളറൊന്നും പോണില്ല അല്ലേ? ഇതിന് ഇട്ടാലല്ലേ കളർ പോകണ്ടു ചേട്ടാ. അവിടെ നല്ല കളർ പോകും. രസമുണ്ട് അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഒരിക്കലും പൂമ്പട്ടറി. ഇതൊരു കല്ലുണ്ട് അല്ല. സത്യം പറയാച്ച ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങിയ സുകന്യ അതാണ് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. കറക്റ്റ് ചെയ്ത് പൊന്നൂസിനെ കൊണ്ടുവരാറായിട്ടോ. ഉറക്കം വരും ഈ ഒരു കാലാവസ്ഥയിലില്ലേ. എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുക വെച്ചാൽ കുഴപ്പമില്ല. 2 ചക്ക വെട്ടിയിട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചുളവറച്ച് എന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ ചക്ക അമ്മ ചക്ക വെട്ടിച്ച് എന്ത് ചെയ്ത്? ചക്ക വേവിച്ച് തിന്നു. ശർക്കരയും തേങ്ങയിട്ടിട്ട് ശർക്കരയും തേങ്ങയിട്ടിട്ട് തിന്നു. എന്താ ഞാൻ കണ്ടില്ലല്ലോ, വേവിക്കുന്ന കണ്ടല്ലോ. കുട്ടിയോള് സ്കൂള് വിട്ട് വരുന്ന സമയത്ത് അവർക്ക് തേങ്ങയും ശർക്കര ഈ പ്രാവശ്യം ചെയ്താട്ടാണ് എന്താ വെച്ചാൽ വരട്ടിയതുണ്ടായിരുന്നല്ലോ, അതൊക്കെ അവർ പൂതിക്ക് കഴിച്ചല്ലേ പറഞ്ഞിട്ട് തേങ്ങയും ഇട്ട് വേവിച്ചേക്കൂടെ ശർക്കരയും പൊടിച്ചിട്ടിട്ട് സ്പൂണിൽ കൊടുത്തപ്പോൾ എല്ലാവരും കോരി കഴിച്ചു. തുള്ളി നെയ്യ് ഒഴിച്ചപ്പോൾ വരട്ടൊന്നും ചെയ്തില്ല. ചക്ക മാത്രം വേവിച്ചുള്ളൂ, കളയണ്ടേന്ന് വിചാരിച്ചിട്ട്. അത് വലിയവർക്കൊന്നും കിട്ടുകയും ചെയ്തില്ല. കുട്ടിയോള് എന്നെ കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തട്ടെ. സുകന്യക്കൊന്ന് കിടക്കണം, ഇക്കൊന്ന് കിടക്കണം. തുണികളാണ് വെച്ചാൽ ഒരു ലോഡ് മടക്കി വയ്ക്കാണ്ട്. തിരുമ്പിയത് ഇവിടെ കൊണ്ടുവന്നിട്. ഇതാ വെയിലെറിച്ചു. ഞാൻ പറഞ്ഞത് കൊണ്ടാവുന്നുണ്ട് ചെറുതായിട്ട് കണ്ടോ മഴ പോയിട്ട് വെയിൽ വരുന്നത്. വെറുതെ പറയാം കേട്ടോ, വെയിലൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്കില്ലേ നാളെ കാണാം കേട്ടോ.